ജോലി കിട്ടണം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സമാധാനം കിട്ടണം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂകൾ പാസ്സാകണം, പരീക്ഷകൾ പാസ്സാകണം. അതാണോ എൻ്റെ ലക്ഷ്യം? അല്ലെങ്കിൽ എൻ്റെ ദൈവത്തോടുള്ള സ്നേഹമാണോ ഇവിടെ വരുന്നതിന് കാരണം? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം എന്നെ കാണുമ്പോൾ ദൈവം എന്നെ ഓർത്ത് വേദനിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന അവസ്ഥ എന്താണ്? എനിക്ക് വേദനയുണ്ടാകാം, സഹനം ഉണ്ടാകാം, അതുപോലെ എനിക്ക് പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ദൈവത്തിന് സമർപ്പിക്കുക. പക്ഷേ അതിനു വേണ്ടി മാത്രമാകരുത് ഞാൻ ദേവാലയത്തിൽ വരുന്നത്. അതിനുവേണ്ടി മാത്രമാകരുത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത്. അതിനുവേണ്ടി മാത്രമാകരുത് ഇവിടെ ഞാൻ കൈകൂപ്പി പിടിച്ച് നിൽക്കുന്നത്. എൻ്റെ ഉള്ളിൽ നിറഞ്ഞ സ്നേഹമാണ്. നമ്മൾ സ്നേഹിക്കുന്നവരുടെ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കും, അറിയാതെ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അതായിരിക്കണം എൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ദൈവം എന്നെ കാണുന്നുണ്ട്. നീ പുറത്ത് കാണിക്കുന്നൊന്നല്ല, ഉള്ളിൽ എന്താണെന്നുള്ളത് ദൈവം കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ഈ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ കാണാൻ വഴിയില്ല. അല്ലെങ്കിൽ ജർമ്മനിയിലേക്കോ കാനഡയിലേക്കോ പോയി കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അത് നടക്കണം, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ നിൽക്കാനുള്ള കാര്യം അതല്ല. ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, സ്നേഹം നിറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇൻറ്റൻഷൻ മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളതാണ്. ദേവാലയത്തിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ വരുന്നത്? പ്രാർത്ഥിക്കാനാണ്. ആ ഒരു ഇൻറ്റൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഉറങ്ങാനല്ല, സംസാരിക്കാനല്ല, കളിതമാശകൾ പറയാനല്ല, ഇവിടെ ഇരുന്ന് വെറുതെ ഇരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ചിന്തയുണ്ടാകണം, ഞാൻ ദേവാലയത്തിൽ പോകുന്നു പ്രാർത്ഥിക്കാനാണ്. ഇവിടെ അവർ കച്ചവട സ്ഥലമാക്കി മാറ്റും. നമ്മൾ ഇതുപോലെ ആ ഇൻറ്റൻഷൻ മാറുമ്പോൾ അതിനെ കച്ചവട സ്ഥലമാക്കി മാറ്റുകയാണ്. നമ്മൾ ചിന്തിച്ച് നോക്കി, ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എന്താ കാണണമെന്നറിയോ? നമ്മളതിനെ കച്ചവട സ്ഥലമാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ജെറുസലേം ദേവാലയം പോലെ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ ചെരുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ചവിട്ടിക്കൂട്ടി, അതിൻ്റെ ഉള്ളിലിരുന്ന് മൊബൈൽ നോക്കി, അതിൻ്റെ ഉള്ളിലിരുന്ന് വർത്താനം പറഞ്ഞ് അട്ടഹസിച്ച്, മറ്റു പുറത്തു പോയി കഴിഞ്ഞാൽ ചൂടാണ്, ദേവാലയത്തിൻ്റെ ഉള്ളിലിരുന്ന ഫാൻ കൊണ്ടിരിക്കാമല്ലോ, അതുകൊണ്ട് അവിടെ ഇരിക്കുക. ചിന്തിച്ചു നോക്കി, നമ്മുടെ ഇൻറ്റൻഷൻ നോക്കി, ആ ദേവാലയം എന്തിനു വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ദേവാലയം പ്രാർത്ഥനാലയമാണ്. അങ്ങനെ ഒരു ഇൻറ്റൻഷൻ എന്നിൽ നിന്ന് മാറിപ്പോകരുതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ കാരണം അതിനെ കച്ചവട സ്ഥലമാക്കി മാറ്റരുത്. നമ്മൾ ഏത് സമയത്തായാലും എൻ്റെ ദേവാലയത്തെ ഒരു പരിശുദ്ധിയുടെയും അതുപോലെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നമ്മൾ കാരണം സൃഷ്ടിക്കണം. അതിനെ കച്ചവട സ്ഥലമാക്കി മാറ്റരുത്.